അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്. സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വബശ്ശർനാഹു, നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുന്നത് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്തിൽ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, മക്കളെന്ന് പറയുന്നത് പടച്ചോൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞത് വബശ്ശർന. അപ്പം നമ്മുടെ മക്കൾ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവാണ് ഒന്ന് നമുക്കുണ്ടാകേണ്ടത്. ഈ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ആ നന്ദി ചെയ്യേണ്ടത് ഒന്ന്, നമുക്ക് നമ്മുടെ മക്കളെ തന്ന റബ്ബിനോട് ശുക്ർ ചെയ്യുക. രണ്ട്, അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ അവരെ വളർത്തുക എന്നതാണ്. അങ്ങനെ വളർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാം ഓരോരുത്തരും പരിശോധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമുക്കെങ്ങനെ നല്ല മക്കളെ വാർത്തെടുക്കുവാൻ കഴിയും? ലോകത്ത് ഈ വിഷയത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിലെല്ലാം പഠിപ്പിക്കപ്പെടുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. അതിലൊന്നാമത്തെ പോയിന്റ് എന്താ അറിയോ? മക്കൾ നന്നാകണമെങ്കിൽ ഒന്നാമതായി നമ്മളെ പഠിപ്പിക്കുന്നത് നല്ല ഉമ്മമാരുണ്ടാകണം. നല്ല ഉമ്മമാരുണ്ടെങ്കിലേ നല്ല മക്കളുണ്ടാവുകയുള്ളൂ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഒരു വാപ്പ മകനെപ്പറ്റി പരാതി പറഞ്ഞു, എൻ്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, ആദരിക്കുന്നില്ല, അനുസരണക്കേട് മാത്രമാണ് എൻ്റെ മകനിൽ നിന്ന് ഞാൻ എന്നും അനുഭവിക്കുന്നത് എന്ന് പിതാവ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ മകനെ എൻ്റെ മുന്നിലേക്ക് ഹാജരാക്കണം. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധിയിലേക്ക് മകനെ കൊണ്ടുവന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനോട് ചോദിക്കുന്നുണ്ട്, മോനെ, നീ എന്തുകൊണ്ടാണ് നിൻ്റെ വാപ്പയെ സ്നേഹിക്കാത്തത്, ബഹുമാനിക്കാത്തത്, അനുസരിക്കാത്തത്? ഈ മകൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ച ചോദ്യം എന്താ അറിയോ? അല്ല അമീറുൽ മുഅ്മിനീൻ, മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകൾ മാത്രമേ ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളൂ? മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട കടമകളൊന്നും പഠിപ്പിക്കുന്നില്ലേ? ചോദ്യം കേട്ട് സ്തബ്ധനായി നിന്നുപോയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞു, മോനെ, ഇത് രണ്ടും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട കടമകളും മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകളും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നൊരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. ഈ മകൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? വമാഹുന്ന യാ അമീറുൽ മുഅ്മിനീൻ, എങ്കിൽ അമീറുൽ മുഅ്മിനീൻ, ഒരു പിതാവിന് തൻ്റെ മക്കളോടുള്ള കടമകൾ എന്താണ്? തൻ്റെ മക്കളോടുള്ള ബാധ്യതകൾ എന്താണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 3 പോയിന്റുകളാണ് പറഞ്ഞു കൊടുത്തത്. അതിലൊന്നാമത്തെ പോയിന്റ് എന്താ അറിയോ? ഐ യൻതഖിയ റജുല ഉമ്മ, നല്ല ഉമ്മാനെ തിരഞ്ഞെടുക്കുക. നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ അതിലൊന്നാമതായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവരെ ഗർഭം ധരിക്കാൻ, അവരെ പ്രസവിക്കാൻ,
അവർക്ക് അമ്മിഞ്ഞപ്പാല് നൽകാൻ, അവർക്ക് ഇസ്ലാമികമായ ഗാർഹികാന്തരീക്ഷം സൃഷ്ടിച്ച് വളർത്താൻ കഴിവുള്ള, ധാർമ്മിക ബോധമുള്ള, സംസ്കാര സമ്പന്നയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം. അതാണ് നമ്മുടെ മക്കളോടുള്ള ഒന്നാമത്തെ ബാധ്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം, തഖയ്യറു നുത്ഫക്കും, നിങ്ങളുടെ ബീജം നിക്ഷേപിക്കാനുള്ള നല്ല കൃഷിയിടം നിങ്ങൾ തിരഞ്ഞെടുക്കണം. അത് വെറുതെ പറഞ്ഞൊന്നല്ല. നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് ആരെയാണ്? വലൂതായ സ്ത്രീകളെയാണ്. അവർക്കാണ് സ്നേഹമുണ്ടാവുക. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. നിങ്ങൾ ആരെ വിവാഹം ചെയ്യരുത് എന്ന് പറയുന്നിടത്തിൽ 3 കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മുഹ്സനാത്തിൻ, നിങ്ങൾ പതിവ്രതകളെ നിങ്ങൾ കല്യാണം കഴിക്കണം. രണ്ടാമത് പറഞ്ഞെന്താ അറിയോ? ഗൈറ മുസാഫിഹത്തിൻ, പരസ്യമായി വ്യഭിചാരത്തിനിറങ്ങുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. കാരണം ആ പെണ്ണിൻ്റെ മനസ്സ് മലീമസമായ മനസ്സാണ്. ആ മനസ്സിൻ്റെ ഉടമ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ധാർമ്മികത അവർ ചോദ്യം ചെയ്യും. എത്ര മനോഹരമാണ് ഈ മതം! നിങ്ങൾ ആലോചിച്ചു. ആണും പെണ്ണും തൊട്ടിയുരുമ്മി പഠിച്ചാലേ പഠനം പാൽപ്പായസമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നൊരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ ഒന്ന് തൊട്ടാൽ, എന്താ ഒന്ന് ഉമ്മ വെച്ചാൽ, എന്താ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു പോവോ? നിങ്ങളെ മഞ്ഞ കണ്ണട നിങ്ങളൊന്ന് മാറ്റി വെച്ചാൽ മതി എന്നാണ് പുതിയ തലമുറയിലെ കുട്ടികൾ നമ്മളോട് പറയുന്നത്. അവിടെ നോക്ക്, മലപ്പുറത്ത് പരസ്യമായി സകല തോന്നിയാസങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളാണ്. ഞാനതൊന്നും പറയുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ കൊറോണയ്ക്ക് ശേഷം കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നത്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുട്ടികളാണ്. ചുണ്ട് ചുവപ്പിച്ച് ഐഷാഡും മൈലൈനറും മുഖത്ത് പുട്ടിയിട്ട് നടക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ അവിടെ നോക്കിക്കോ, 65% മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുട്ടികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു അയ്യിനുൻ സാനിയ, ആളുകളെ കാണിക്കാൻ വേണ്ടി വേഷം ധരിക്കുന്ന പെണ്ണുങ്ങൾ അവൾ വ്യഭിചാരിണിയാണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആൾ ആലോചിച്ച് നോക്കണം, ഗൗരവതരമായ വിഷയമാണ്. മൂന്നാമത് പറഞ്ഞെന്താ അറിയോ? മൂന്നാമത് പറഞ്ഞത്, രഹസ്യമായ കൂട്ടുകാരനെ സ്വീകരിക്കുന്നവളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. വലമുത്തഖിദാത്തി യഖ്ദാൻ, രഹസ്യമായ കൂട്ടുകാരിയെ സ്വീകരിക്കുന്നവളെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ, പ്രേമമെന്ന് പേരിട്ടാലും പ്രണയമെന്ന് പേരിട്ടാലും ബെസ്റ്റി എന്ന് പേരിട്ടാലും ലിവിങ് ടുഗദർ എന്ന് പേരിട്ടാലും എന്തു പേരിട്ടാലും അങ്ങനെ ഒരു വിവാഹം, അങ്ങനത്തെ ഒരു പെണ്ണിനെ ഒരിക്കലും നിങ്ങൾ കല്യാണം കഴിക്കരുത്. അതെന്താ? ആ പെണ്ണ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടും. അവളിലൂടെ വളർന്നു വരുന്നൊരു തലമുറ നല്ല തലമുറയല്ല എന്നാണ് മനുഷ്യൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച ഏകനായ സർവാധിനാഥനായ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്താ അറിയോ? എൻ്റെ മോൻ നല്ല മോനാകണം, എൻ്റെ മോള് നല്ല മോളാകണം. അതിനൊന്ന്, നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ നന്നാകണം, നമ്മുടെ വീട്ടിലെ ഉമ്മമാർ നന്നാകണം. അത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. ഏതൊരു കാര്യം നമുക്ക് ലഭിച്ചാലും അതനുഭവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, അതിൻ്റെ നന്മകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം. ആ തൗഫീക്കിന് വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് മനസ്സ് തുറന്നു ചോദിക്കുകയാണ്, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എത്ര വട്ടം ഒരു ദിവസം പ്രാർത്ഥിക്കാറുണ്ട്? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പടച്ചോനെ എൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് തരണേ, പടച്ചോനെ ഇന്ന സ്ഥലത്തിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടോക്കൺ കൊടുത്തിട്ടുണ്ട്, കിട്ടാനുള്ള എല്ലാ വഴിയും തുറന്നു തരണേ, എൻ്റെ മോനൊരു വിസയ്ക്ക് ഞാൻ കുറേ കാലം ഇങ്ങനെ അപേക്ഷിക്കുന്നത്, അല്ലേ ഓൻ അവിടെ പോയിട്ട് ഇങ്ങനെ ബിസിനസ് ഇങ്ങനെ തുടങ്ങുകയാണ്, പടച്ചോനെ അതിലൊരു പച്ച പിടിക്കാനുള്ളൊരു തൗഫീക്ക് കൊടുക്കണേ,
ഇങ്ങനെയല്ലാതെ പടച്ചോനെ എൻ്റെ മോനെ സ്വാലിഹാക്കണേ, പടച്ചോനെ 5 നേരം നിസ്കരിക്കുന്ന മോനാക്കണേ, 5 നേരം നിസ്കരിക്കുന്ന മോളാക്കണേ, അള്ളാഹുവേ എൻ്റെ മക്കളെ കൊണ്ട് എന്നെ അപമാനിതനാക്കല്ലേ, എൻ്റെ അഭിമാനത്തിൻ്റെ പളുങ്കുപാത്രം തകർന്നു പോകുന്ന ഒന്നും എൻ്റെ മക്കളിൽ നിന്ന് പടച്ചോനെ നീ ഉണ്ടാക്കല്ലേ. ഒന്നുമില്ലെങ്കിലും എൻ്റെ മക്കൾ 5 നേരം നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ബാപ്പക്കും ഉമ്മക്കും മനസ്സിന് സമാധാനം പകരുന്ന, ആദർശത്തിൽ എൻ്റെ കൂടെയുണ്ട് എന്ന് ആത്മവിശ്വാസത്തോടെ നെടുവീർപ്പോടുകൂടി മരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മക്കളെ പടച്ചോനെ എനിക്ക് തരണേ. നമ്മളിൽ എത്ര പേര് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയാത്ത ചില പ്രാർത്ഥനകളുണ്ട്. അതിലൊന്ന് പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥനയാണ്. അതൊരിക്കലും അല്ലാഹു തട്ടിക്കളയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, മനസ്സറിഞ്ഞ് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് പ്രാർത്ഥിക്കലുണ്ടോ? പടച്ചോനെ എൻ്റെ മക്കളെ മുത്തക്കിങ്ങളുടെ ഇമാമാക്കണേ, പടച്ചോനെ എൻ്റെ മക്കളെ മുത്തക്കിങ്ങളുടെ ഇമാമാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നാട്ടിലെ സകല സോനിവാസികളുടെയും ഇമാമാക്കാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നാട്ടിലെ മുത്തക്കികളുടെ ഇമാമാക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നാട്ടിലെ സകല സോനിവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മുടെ മക്കൾ ഉണ്ടാകേണ്ടത്. ധർമ്മത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, നന്മയുടെ, ദീനിൻ്റെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട മാർഗത്തിലാണ് നമ്മുടെ മക്കൾ ഉണ്ടാകേണ്ടത്. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും മറന്നു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടെ നമ്മളെ പഠിപ്പിച്ചു തന്നു. ഒരിക്കലും പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കൾക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യരുതേ. ചില ഉമ്മമാരങ്ങനെയാണ്. ദേഷ്യം പിടിച്ച അപ്പം എന്ത് ചെയ്യുമെന്നറിയോ? ശപിച്ചു പറയും. ദേഷ്യം പിടിച്ച അപ്പം ശപിച്ച് പറയും, ഇജൊന്നും ഒരിക്കലും നന്നാവില്ലടി എന്ന് പറയും. ഇജൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന് പറയും. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ എന്താ അറിയോ, ചില മക്കളിർത്തുന്നുള്ള സമീപനങ്ങളൊക്കെ കാണുമ്പം ചിലപ്പോൾ നമുക്ക് ദുആ ചെയ്യാനൊക്കെ തോന്നും. ഞാൻ ചെറിയൊരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാം. ഞങ്ങളെ പള്ളിയിൽ ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ വേണ്ടി ഒരു കുടുംബം വന്നു. ഒരുപാട് കുടുംബങ്ങൾ വരുന്നതാണ്. അങ്ങനെ യക്ഷനസ്കാരത്തിനാണ് വന്നത്. അങ്ങനെ വന്ന് യക്ഷനസ്കാരമൊക്കെ കഴിഞ്ഞ് അവർ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. ഏകദേശം ഒരു 11:45, 12 മണിയായപ്പോൾ എന്ത് ചെയ്യാണ്, ഭാര്യ വിളിക്കുകയാണ് ഭർത്താവിനെ. മോളെ കാണാനില്ല. പാപ്പ ബേജാറായി, ഉമ്മ ബേജാറായി. +1 പഠിക്കുന്ന മോളാണ്. പള്ളി മുഴുവൻ തിരഞ്ഞു, പള്ളി കോമ്പൗണ്ട് തിരഞ്ഞു, അവിടെ വലിയൊരു സ്ഥാപനമുണ്ട്, സ്ഥാപനം ഫുള്ള് തിരഞ്ഞു, എവിടെയില്ല. അവസാനം CCTV പരിശോധിച്ചപ്പോൾ ഒരു 11:45, 12 മണിക്ക് ഒരു ചെക്കൻ്റെ കൂടെ ബൈക്കുമ്മ കയറി പോയിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു. ഖിയാമുൽ ലൈൽ തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് കുട്ടി തിരിച്ചെത്തി. വാപ്പൊന്നും മിണ്ടില്ല. ഖിയാമുൽ ലൈൽ കഴിഞ്ഞ്, അത്തായം കഴിഞ്ഞ്, സുബഹിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മോളോട് ചോദിച്ചു, മോൾ എവിടെയാണ് പോയത്? ആൾ പറഞ്ഞു, ഞാൻ എവിടെയും പോയിട്ടില്ല. വാപ്പം ഫോൺ ഓപ്പൺ ചെയ്തിട്ട് CCTV ദൃശ്യങ്ങൾ മോക്ക് കാണിച്ചു കൊടുത്തു. ഇതാ ഇവൻ്റെ കൂടെ ഈ എവിടെയാണ് പോയത്, ഇതാരാണ്? മകൾ തല താഴ്ത്തി. വാപ്പ കൊടുത്തു അടി, അടിയടിച്ചു. ആ വാപ്പ മിമ്പറിൻ്റെ ചോട്ടിലിരുന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് വാപ്പ പറയാണ്, ആരിസ് മൗലവി, റമദാനിലെ അവസാനത്തെ 10 3 ദിവസം ഉണ്ടല്ലോ, തിരൂരിലെ ജയിലിലായിരുന്നു ഞാൻ. 10 മണിക്ക് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ പോലീസ് ജീപ്പ് വന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോയി. എന്നെ ജയിലിലാക്കിയത് ആരാന്നറിയോ? എൻ്റെ മോളാണ്. അതാ ഞാൻ പറയുന്നത്, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തൊരു തലമുറയാണ് വളർന്നു വരുന്നത്. ഇവരെങ്ങനെ നന്നാക്കാൻ നമ്മൾ പഠിക്കുന്നത്. അതിലൊന്നു പറഞ്ഞത്, നല്ല ഉമ്മമാരാണ് നമുക്ക് വേണ്ടത്, ദീനുള്ള ഉമ്മമാരാണ് വേണ്ടത്. രണ്ടാമത് പറഞ്ഞത്, മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. പടച്ചോൻ്റെ തൗഫീക്കില്ലേ എന്താ നമുക്ക് നടക്കാൻ പറ്റുക? ഇങ്ങോട്ട് നോക്ക്, രാവിലെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത് എന്താ? യാ ഹയ്യു യാ ഖയ്യൂം
ബിറഹ്മതിക അസ്തഗീസ് വഅസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ യാ ഹയ്യു യാ ഖയ്യൂം. എല്ലാം നിയന്ത്രിക്കുന്ന എന്നൊന്നും ജീവിക്കുന്ന അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാനിതാ നിന്നോട് സഹായം തേടുന്നു. വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും പടച്ചോനെ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ. ഞമ്മക്ക് നമ്മളെ നോക്കാൻ പറ്റൂല. പടച്ചോൻ്റെ തൗഫീക്കും പടച്ചോൻ്റെ സഹായം ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റൂല. ഞാൻ 4 ആഴ്ച മുമ്പ് മിമ്പറിൻ്റെ മുകളിൽ കയറാൻ നിൽക്കുകയാണ്. ഇപ്പോഴാണ് എൻ്റെ തിരൂരിലുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ഷമീർക്ക വന്നിട്ട് പറഞ്ഞു, കേരള ഉസ്താദ് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഷമീർക്ക എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, പിന്നെ എൻ്റെ പെങ്ങളെ മോക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താണ്? ക്യാൻസർ ആയിരുന്നു. അപ്പോൾ കീമോ കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് അവരുടെ അന്നനാളം ചുരുങ്ങിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കീമോ കൊടുത്തതിൻ്റെ പേരിൽ അന്നനാളം ചുരുങ്ങിപ്പോയി. അന്നനാളം ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല. 1 ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞി കുടിക്കണമെങ്കിൽ 1.5 മണിക്കൂർ ടൈം വേണം. അപ്പം ഞാൻ നിങ്ങളും ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പറയണത്? ബിസ്മില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയണത്? അൽഹംദുലില്ല. 1 വട്ടം പറഞ്ഞാൽ മതിയോ അൽഹംദുലില്ല? അന്നനാളൊന്ന് ചുരുങ്ങിപ്പോയപ്പോൾ 1 ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞി വയറ്റിലേക്ക് എത്തണമെങ്കിൽ 1.5 മണിക്കൂറാണ്. ഡോക്ടർ പറഞ്ഞു, ശരി, അന്നനാളവുമായി ബന്ധപ്പെട്ടൊരു മേജർ സർജറി നടത്തണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂല, സംസാരശേഷി നഷ്ടപ്പെടും. ആ പെൺകുട്ടി ഡോക്ടറുടെ മുന്നിൽ പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. ആ പെൺകുട്ടി പറഞ്ഞെന്തറിയോ, എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാതാകുമ്പോൾ ഞാൻ എന്തു ചെയ്യും? വിശന്നും മരിച്ചു, എനിക്ക് കഴിയണില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാനും നിങ്ങളൊക്കെ എത്ര നേരം ഭക്ഷണം കഴിക്കുന്നത്? എത്ര നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? ഇതൊന്നും പറ്റാത്ത 100 കണക്കിന് മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പടച്ചോൻ്റെ സഹായം ഇല്ലാതെ, പടച്ചോൻ്റെ തൗഫീക്കില്ലാതെ, പടച്ചോൻ്റെ ബറക്കത്തും റഹ്മത്തും ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കില്ലേ അപകടകരമാണ്. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. 3-മത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. 6 മാസത്തിൻ്റെയും 3 വയസ്സിൻ്റെ ഇടയിലുള്ള സമയമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളെ നമ്മൾ കെയർ ചെയ്യേണ്ടത്. കാരണം എന്താ അറിയോ, കുട്ടികളുടെ തലച്ചോറിൽ ന്യൂറോണുകളാണുള്ളത്. ഈ ന്യൂറോണുകൾ പരസ്പരം ചേരുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് സിനാപ്സുകൾ. ഈ സിനാപ്സുകളിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുന്നത്. ആ സമയത്ത് കുട്ടി എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, എന്തിനാണോ സാക്ഷ്യം വഹിക്കുന്നത്, അതായിരിക്കും ഭാവിയിലെ ഈ കുട്ടി. ഇങ്ങനെ നോക്ക്, ഡോക്ടറുടെ കുട്ടി ഡോക്ടറാവുന്നു, അധ്യാപകൻ്റെ കുട്ടി അധ്യാപകനാകുന്നു. നല്ല എഡ്യൂക്കേഷനുള്ള കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഫേമസ് ആയി പോകുന്നു. അതെന്താ? അവർ കാണുന്നതും കേൾക്കുന്നതും പരിചയിക്കുന്നതും അനുഭവിക്കുന്നതുമൊക്കെ പഠിക്കുന്നതും വായിക്കുന്നതും മനനം ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഗവേഷണം നടത്തുന്നതുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സമയത്ത് ചെറിയ പ്രായത്ത് കുട്ടികൾ എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, എന്തിനാണോ സാക്ഷ്യം വഹിക്കുന്നത്, അത് ഗൗരവതരമാണ്. അവർ നല്ലതേ കാണാവൂ, അവർ നല്ലതേ കാണാവൂ, അവർ നല്ലതേ കേൾക്കാവൂ, അവർ നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ കോളിംഗ് ബെല്ലടിച്ച് ഡോർ ഓപ്പൺ ചെയ്തു. ഭാര്യയാണ്. ഞാൻ ചോദിച്ചു, ഇവനെവിടെ, എൻ്റെ സുഹൃത്ത് എവിടെയെന്ന് ചോദിച്ചു. റഫീഖ് എവിടെയെന്ന് ചോദിച്ചു. കാക്ക കുളിക്കുകയാണെന്നാണ്. ശരി, എന്നോട് സിറ്റൗട്ടിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. ഏകദേശം ഒരു 2-2.5 വയസ്സുള്ളൊരു കുട്ടി അവിടെ ഉണ്ട്. ഞാൻ ആ കുട്ടീനെ എന്ത് ചെയ്തു, സ്നേഹത്തോടെ ഇങ്ങോട്ട് വിളിച്ചു, മോനെ കാക്കാൻ്റെ കുട്ടി ഒന്ന് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു.
ആ കുട്ടി പോടാ, ഇങ്ങോട്ട് കകൻ്റെ കുട്ടി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി എന്നോട് പോടാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ പിന്നെ ചായ അടിക്കുന്ന സമയത്ത് ഞാൻ ഇവനോട് ചോദിച്ചു, എടാ ഈ കുട്ടികളൊക്കെ നല്ല ആതിഥ്യ മര്യാദകളൊക്കെ പഠിപ്പിച്ചിരിക്കണമല്ലോ, അപ്പോൾ എന്നോടും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. എന്നോടും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ഇവൻ ഇത് പഠിച്ചതെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ വീട്ടിലിടക്കിടക്ക് ഉമ്മയും മക്കളും ഒരു ബദറുഹുദ് ഹന്തൊക്കെ ഉണ്ടാകുന്ന ചില ടൈമുകളുണ്ട്. വീട്ടിൽ ബദറുഹുദ് ഹന്തൊക്കെ ഉണ്ടാകുന്ന ടൈം അതേതാണെന്നറിയോ? രാവിലെ. ഏത്? സുബൈസ്കാരം കഴിഞ്ഞാൽ 5:20 ഇപ്പോൾ ബാങ്ക്, 5:25 ഇപ്പോൾ ജമാഅത്ത്, 5:05 തോന്നുന്നു ബാങ്ക്, എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ സുബൈസ്കാരം കഴിഞ്ഞാൽ അടുക്കള കയറി 6 മണിക്കാണ്. ഒരു അരമണിക്കൂർ എന്തായാലും സമയമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഉമ്മമാരെ നല്ല ക്ഷീണിച്ച് അവശരായിട്ട് ചിലപ്പോൾ രാത്രി കുറേ വൈകിട്ടുണ്ടാവും ഒരു കിടക്കാൻ. ഓല എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു അരമണിക്കൂർ കിടക്കും, അലാറം വെച്ചിട്ടാണ് കിടക്കുക. ഈ അരമണിക്കൂർ കിടക്കുക എന്നുള്ളത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ 1 മണിക്കൂറായി പോകും. ഓലെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ 7:30 മണിക്കായിരിക്കും എന്തിട്ടുണ്ടാകുക, 7 മണിക്കായിരിക്കും എണീറ്റിട്ടുണ്ടാകുക. 6:30 എണീക്കേണ്ടത് 7:30 മണിക്കായിരിക്കും. 8 മണിക്ക് ഒരുത്തൻ്റെ വണ്ടി വരും, 8:30 മണിക്ക് വേറൊരാളെ വണ്ടി വരും. എന്തൊക്കെ വേണം? രാവിലത്തെ കടി വേണം, അതിന് കറി വേണം, കുട്ടികൾക്ക് സ്നാക്സ് വേണം, കുട്ടികളെ യൂണിഫോം അയൺ ചെയ്യണം. ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം. 7:30 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന എന്താ പറയുക, എന്താ ഇപ്പോൾ കാട്ടുക, കറി ഉണ്ടാക്കിയിട്ടില്ല, അപ്പം ഉണ്ടാക്കിയിട്ടില്ല, കുട്ടികൾക്ക് ഉച്ചക്ക് കൊടുക്കാനൊന്നും ആയിട്ടില്ല. ഒരു ഇവൻ്റ് വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരാൾക്ക് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്, അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുണ്ടാകുന്നറിയോ? കൈ ഇങ്ങനെ വറക്കാൻ തുടങ്ങും, പിന്നെ ഹൃദയം അങ്ങനെ പടക്കും, ഭയങ്കര അവരുടെ മിടിപ്പ് കൂടും, കൈ ഇങ്ങനെ വറക്കും, ദേഷ്യം ഇങ്ങോട്ട് വരും. ആ സമയത്ത് ഉറങ്ങുന്നൊരു കുട്ടീനെ പോയിട്ട് വിളിക്കുക എങ്ങനെയാണെന്നറിയോ? ദോശ ഇങ്ങനെ ചുടുന്നുണ്ടാവും, ഒരു ദോശ ചുട്ട് രണ്ടാമത്തെ ദോശയ്ക്ക് ചുടുന്ന സമയത്ത് ഇവിടുന്ന് വിളിക്കും, എണീക്കടാന്ന് പറയും, എണീറ്റുണ്ടാവില്ല. പിന്നെ എടുത്തിട്ട് പോയി ചട്ടക എടുത്തിട്ടാ ചെല്ലുക. പിന്നെ അവിടെ നടക്കുന്നൊക്കെ എടാ പോടെയിരിക്കും. അതാ ഞാൻ പറയണത്, ആ രാവിലത്തെ ടൈം ഉണ്ടല്ലോ ഭയങ്കര ഒരു, ഞാൻ പറയുക എന്താ അറിയോ, ശരിക്കും ഈ ക്ഷേത്രത്തിലൊക്കെ ഉണ്ടാവില്ലേ ഈ വാളും പിടിച്ചിട്ട് ഉറഞ്ഞുകൊള്ളുന്ന ഇതേ മാനസികാവസ്ഥയായിരിക്കും പല വീട്ടിലേ. 3 ആളും 4 ആളൊക്കെ സ്കൂൾ പറഞ്ഞേക്കാൻ ഉണ്ടാവും. ഇതേ അവസ്ഥയായിരിക്കും പല വീട്ടിലുണ്ടാകുക. ഞാൻ പറഞ്ഞു കൊടുക്കുക എന്താ വെച്ചാൽ, ആ സമയത്ത് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മൾ അവിടെ എന്ത് ചെയ്യണം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കണം. അടുക്കള കയറി ചെന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയോ? ഫാത്തിമ ഇജ്ജ് ഓളോ എന്ത് ചെയ്തോ, കുളിപ്പിച്ചോ, അല്ലെങ്കിൽ ഓളോ ഡ്രസ്സ് മാറ്റിച്ചു കൊടുത്തു, ഞാൻ ദോശ ചുട്ടോളാം, കറി ഞാൻ ഉണ്ടാക്കിക്കോളാം, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. നമ്മൾ കയറി ചെന്ന് കൊടുക്കണം. എന്താ ഇപ്പോൾ പ്രശ്നം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യൻ ഭൂഖണ്ഡത്തിൻ്റെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി, ഒരു നാടിൻ്റെ ഖാദി, ഒരു നാടിൻ്റെ ഹാക്കിം. ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കളയിൽ ഗോതമ്പ് മാവ് കുഴച്ചു കൊടുത്തു, സ്വന്തം വസ്ത്രങ്ങൾ അലക്കി, ആടിനെ കറന്നു കൊടുത്തു. ഇവിടെ നോക്ക്, സ്വന്തം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി ചെയ്തു. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ടാവും, ഇയാളെ ഇനി പ്രസംഗിക്കാൻ വിളിക്കരുത് കേട്ടോ, ഇപ്പോൾ ഉള്ള ചെയ്തിരുന്നും കൂടി ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അത്തരം ഘട്ടങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ചെറുങ്ങനെ ഭാര്യമാരൊന്ന് സഹായിച്ചു കൊടുക്കണം. ഞാൻ പറയണത് വെച്ചാൽ, ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ മക്കളിൽ വല്ലാതെ എന്ത് ചെയ്യും? സ്വാധീനം ഉണ്ടാക്കും. അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നല്ലതേ മക്കൾ കേൾക്കാവൂ, നല്ലതേ കാണാവൂ, നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ. അത് ഏറ്റവും ചെറിയ പ്രായത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മക്കളെ ശ്രദ്ധിക്കേണ്ടത്. ആ മക്കളെ മുമ്പിൽ വെച്ചിട്ട് വൃത്തികെട്ടൊരു വാക്ക് പോലും നമ്മൾ പറയരുത്. എന്താ പറയുക, നമ്മുടെ മക്കൾ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ പ്രയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ എടുത്തിട്ട് പ്രയോഗിക്കുന്നത് കാണുമ്പോൾ, ചെറിയ കുട്ടികൾ അങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും, നമ്മൾ ചിരിച്ചു കൊടുക്കും. നമ്മുടെ മുമ്പിൽ അവർ പറഞ്ഞതൊക്കെ വേറൊരാൾ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇതേ വാക്ക് പ്രയോഗിക്കും. അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. എൻ്റെ ചെറിയ കുട്ടി വലിയൊരാൾ പറയുന്ന വാക്ക് പറഞ്ഞപ്പോൾ നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി ചിരിച്ചു. അപ്പോൾ ആ കുട്ടി മനസ്സിലാക്കിയ എന്താ വെച്ചാൽ ഇതൊക്കെ പറയുന്നത് അഭിമാനമാണെന്നാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു സാഹചര്യം എന്ത് ചെയ്യരുത്, നമ്മളിരുത്ത് ഉണ്ടാകരുത്. അടുത്തൊരു പോയിൻ്റ് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? നമ്മുടെ വീട്ടിലൊക്കെ 3 മറകളുണ്ട്. ആ 3 മറകളും നമ്മൾ സൂക്ഷിക്കണം.
വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ വാപ്പാൻ്റെ ഉമ്മൻ്റെ റൂം കയറാൻ പാടില്ല. അതിനൊന്നാമത്തെ സമയം ഏതാണെന്നറിയോ? വമിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ, സുബഹീൻ്റെ മുമ്പ് വസ്ത്രങ്ങൾ അയച്ചു വെച്ച് വിശ്രമിക്കുന്ന സമയമാണ് വാപ്പാൻ്റെ ഉമ്മൻ്റെ റൂമിൽ അനുവാദമില്ലാതെ കയറാൻ പാടില്ല. രണ്ടാമത്തെ സമയം ഏതാണെന്നറിയോ? വഹീന തളഊന സിയാബക്കും മിനൽ ലഹീറ, വസ്ത്രങ്ങൾ അയച്ചു വെച്ച് വിശ്രമിക്കുന്ന ഉച്ച സമയം അനുവാദമില്ലാതെ റൂമിൽ കയറാൻ പാടില്ല. മൂന്നാമത്തെ സമയം ഏതാണെന്നറിയോ? വമിൻ ബഅദി സ്വലാത്തിൽ ഇശ, ഇശ നമസ്കാര ശേഷം വാപ്പാൻ്റെ ഉമ്മാൻ്റെ റൂമിൽ അനുവാദമില്ലാതെ കയറാൻ പാടില്ല. ഈ 3 സമയത്തെക്കുറിച്ചും ഖുർആൻ പറഞ്ഞെന്തറിയോ? സലാസു ഔറാത്തില്ലക്കും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട 3 മറകളാണ്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട 3 മറകളാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാണിച്ചെടുക്കേണ്ടതാ, മറച്ചെടുക്കേണ്ടത്. അത് കുട്ടികൾ കാണരുത്, കുട്ടികൾ കേൾക്കരുത്, കുട്ടികൾ സാക്ഷ്യം വഹിക്കരുത്. ഏത്? നമ്മുടെ ദാമ്പത്യം അത്ര പരമപരിശുദ്ധമാണ്. നമ്മളെന്താ ചെയ്തത്? കുട്ടികളെ കയ്യിൽ ഫോൺ അങ്ങോട്ട് കൊടുത്തു. കുട്ടി എന്താ കാണുന്നത്? സിനിമ, റീൽസ്. ഏതാ റീൽസിൽ എന്താ ഉള്ളത്? ഫിലിമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അതാണ് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമ എന്താണ് ലോകത്തോട് പറയുന്നത്? സിനിമാ ലോകം എന്താണ് പറയുന്നത്? സെലിബ്രിറ്റികൾ എന്ത് സന്ദേശമാണ് ലോകത്തിന് പകർന്നു കൊടുക്കുന്നത്? എന്താണ് സെലിബ്രിറ്റികൾ ലോകത്തോട് പറയുന്നത്? അവർ പറയണമെന്ന് വെച്ചാൽ വാപ്പാനെ ഉമ്മനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, 18 വയസ്സായി കഴിഞ്ഞാൽ മെജോറിറ്റി ആക്ട് പ്രകാരം നീ സ്വതന്ത്രനാണ്, നിനക്ക് ആരെയും കല്യാണം കഴിക്കാം. സെലിബ്രിറ്റികൾ സോഷ്യൽ മീഡിയകളിലൂടെ, നമ്മുടെ മക്കൾ ഇന്ന് സ്ക്രീനിൻ്റെ മുമ്പിലാണ്. 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെയാണ് ഒരാളുടെ സ്ക്രീൻ ടൈം. സ്ക്രീൻ ടൈമിലൂടെ അവർ കാണുന്നത്, അവർ ഫോളോ ചെയ്യുന്നത് കേരളത്തിലെ അറിയപ്പെട്ട സെലിബ്രിറ്റികളെയാണ്. സിനിമാ ലോകത്തുള്ള സെലിബ്രിറ്റികളെയാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സിനിമകളിലൂടെ, അവരുടെ സംസാരത്തിലൂടെ ഈ സമൂഹത്തെ എന്താണ് അവർ പഠിപ്പിക്കുന്നത്? എന്ത് സന്ദേശം അവർ കൊടുക്കുന്നത്? അവരൊന്ന് പഠിപ്പിക്കുന്നത് എന്താ അറിയോ? ആർക്കും ആരെയും വിവാഹം ചെയ്യാം. ആണിന് വേണമെങ്കിൽ ആണിനെ വിവാഹം ചെയ്യാം, പെണ്ണിന് വേണമെങ്കിൽ പെണ്ണിനെ വിവാഹം ചെയ്യാം. അതിനെന്തെത്ര കുഴപ്പം? മതത്തിൻ്റെ വേലിക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് നമുക്ക് സ്വതന്ത്രമായി ജീവിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിക്കണം. അതിന് സ്വാതന്ത്ര്യമാണ് വേണ്ടത്. ആ സ്വാതന്ത്ര്യത്തിന് മതം തടസ്സമാണ്. അതുകൊണ്ട് മതം നമുക്ക് വേണ്ട. ഇതല്ലേ സിനിമാ ലോകം പഠിപ്പിക്കുന്നത്? ഇതിലല്ലേ നമ്മുടെ മക്കൾ പെട്ടുപോകുന്നത്? ഇനി മാത്രമല്ല, നിങ്ങൾ നോക്ക്, അടുത്തെന്താ പറയുന്നത്? ആദിലയും നൂറയും. ആദില പറഞ്ഞു എനിക്ക് നൂറേനെ കല്യാണം കഴിച്ചാൽ മതി, നൂറ പറഞ്ഞു എനിക്ക് ആദിലേനെ മതി. നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ നോക്ക്, കേരളത്തിൽ എത്ര സ്വവർഗ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്, എത്ര പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇവരുടെ ആരുടെയെങ്കിലും ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പ്രചരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെന്താ ആദിലേൻ്റെയും നൂറിൻ്റെയും പ്രചരിച്ചത്? അവരുടെ പേരിലൊരു മാറ്റമുണ്ട്. അവരുടെ പേര് മുസ്ലിങ്ങളുടെ പേരാണ്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർക്കുക എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? സിനിമയിലൂടെ, ഇത്തരം സംവിധാനങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സംസ്കാരത്തെയും തകർക്കുക എന്ന പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നൊരു വചനമുണ്ട്. ഈ വചനം നമ്മൾ മറക്കരുത്. എന്താ വചനം എന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ കാരണവന്മാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വചനമാണ്. 6 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിൽ നിയമവിധേയമായി കഴിഞ്ഞാൽ ഫഅലൈഹിമിദ്ദിമാർ, അതിശക്തമായ റബ്ബിൻ്റെ പരീക്ഷണം നിങ്ങൾക്ക് വരും. അത് നിങ്ങൾ പേടിക്കുക, നിങ്ങൾ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിച്ചു, അതെന്തൊക്കെയാണ് നബിയെ? അതിലൊന്നു മാത്രം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഖ്തഫർ റിജാലു ബിർരിജാൽ വന്നിസാഉ ബിന്നിസാ. ആണുങ്ങൾ പറയുന്നു ജീവിക്കാൻ ഞങ്ങൾക്ക് ആണുങ്ങൾ മതി, പെണ്ണുങ്ങൾ പറയുന്നു ജീവിക്കാൻ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ മതി എന്ന് പറയുന്നൊരു കാലം വന്നാൽ
അതിശക്തമായ പരീക്ഷണം ഈ നാട്ടിലുണ്ടാകും. അവിടെ നോക്ക്, വയനാട് നടന്ന ദുരന്തം ചെറിയ ദുരന്തമാണോ? കഴിഞ്ഞ ദിവസം വിസ്ഡം യൂത്തിൻ്റെ പ്രസിഡൻറ്റും ഒരു നല്ലൊരു ടീം അവിടെ പോയി സന്ദർശിച്ചു. അവിടുത്തെ 300ഓളം വീടുകളിൽ 150 വീടുകൾ സന്ദർശിച്ചു. 100ഓളം ആളുകളെ വ്യക്തിപരമായി ഒറ്റപ്പെട്ട മാതാപിതാക്കളും കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ട 150ഓളം ആളുകളെയും സന്ദർശിക്കാൻ കഴിഞ്ഞു. അവിടെ നിന്നുള്ള ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ ഒരു മനുഷ്യൻ പറയാണ്, അയാൾ അമ്പലവയലിൽ പുതിയ വീടുണ്ടാക്കി താമസം മാറുകയാണ്. താമസം മാറുന്നതിൻ്റെ തലേ ദിവസം ഉമ്മാനെ വന്നിട്ട് എന്ത് ചെയ്തു, ചൂരൽമലയിൽ വന്നിട്ട് ഉമ്മനെ കൊണ്ടുപോയി വീട്ടിലാക്കിയിട്ട് രാത്രി വിളിച്ചു, ഇക്കാക്കാനെ വിളിച്ചു, ഇക്കാക്ക നിങ്ങളും വരി, നിങ്ങളവിടെ നിൽക്കേണ്ട, നല്ല മഴയല്ലേ. ഇക്കാക്കാനെ കൂട്ടാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പോൾ ഇക്കാക്ക പറഞ്ഞു, എടാ നല്ല മഴയാണ്, ഇജ്ജ് ഇന്ന് ഇവിടെ കിടന്നോ, സുബൈക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചങ്ങോട്ട് പോവാം, എന്നിട്ട് നേരെ അങ്ങോട്ട് വീട്ടിൽ കയറിയാൽ പോരെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു ഒന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു. അവനവിടെ കിടന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാര്യ വിളിക്കുകയാണ്, പിന്നെ ഇവിടെ കരണ്ടൊക്കെ പോയിക്കണ്, നാളെ ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ റെഡിയാക്കണം, നിങ്ങളിങ്ങോട്ട് വരണം, നിങ്ങളവിടെ നിന്നാൽ ശരിയാവില്ല. അയാൾ രാത്രി 12 മണിക്ക് എന്ത് ചെയ്തു, അങ്ങോട്ട് പോവാണ് വീട്ടിലേക്ക്. ആ മനുഷ്യൻ പറയാണ്, എൻ്റെ ഭാര്യ വിളിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ ഇക്കാക്കൻ്റെ ഭാര്യയെ മക്കളൊക്കെ പോയി, എൻ്റെ വീടില്ല, വീടിൻ്റെ സ്ഥാനത്ത് മൺകൂനയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യൻ പറയാണ്, എൻ്റെ വീടിൻ്റെ 25 അടി ഹൈറ്റിലാണ് എന്ത് ചെയ്തത്, വെള്ളവും മണ്ണും ഇതൊക്കെ വന്നത്. എന്നിട്ട് എന്നെ എടുത്തിട്ട് കല്ലും മണ്ണൊക്കെ വന്നിട്ട് എന്നെ എടുത്തിട്ട് വലിച്ചെറിയായിരുന്നു. എന്നിട്ട് എൻ്റെ തല മാത്രം പുറത്ത്, എനിക്ക് ശ്വാസം മാത്രം കഴിക്കാൻ പറ്റുന്നുണ്ട്. ആ മനുഷ്യൻ ഇപ്പോഴും കാഷ്ടിക്കുന്നത് മണ്ണാണ്. മണ്ണിൻ്റെ അടി കുടുങ്ങിപ്പോയി. എങ്ങനെയും ആ മനുഷ്യൻ രക്ഷപ്പെട്ടാണ്. ഭീകരമായൊരവസ്ഥ. നിങ്ങൾ നോക്ക്, നമ്മുടെ കേരളത്തിൽ ഇത്ര വലിയൊരു ദുരന്തം വേറെ ഉണ്ടായിട്ടുണ്ടോ? ഈ ദുരന്തങ്ങൾക്ക് എന്തിനാ പടച്ചോൻ തരുന്നതെന്നറിയോ? വലനുദീകന്നഹുമുൽ അദാബുൽ അദിന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഭയാനകരമായ നരകത്തിലെ ശിക്ഷ വരുന്നതിന് മുമ്പ് നിസ്സാരമായ ചില പരീക്ഷണങ്ങളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും. അതെന്തിനാണ്? ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുവാനാണ്. ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ പടച്ചോനിലേക്ക് മടങ്ങുന്നുണ്ടോ? നമ്മുടെ നിസ്കാരം റെഡിയാകുന്നുണ്ടോ? നമ്മുടെ വ്യക്തി ജീവിതം നന്നാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇതൊക്കെ പടച്ചോൻ തരുന്നത്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ ആൾക്കാർ പഠിക്കുന്നില്ല. എന്നിട്ടും നമുക്ക് ഇസ്ലാമിൻ്റെ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയുന്നില്ല. എന്നിട്ടും 5 നേരത്തെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും നിത്യതയും കൃത്യതയും കൈവരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. വലിയ അപകടകരമായ ഒരവസ്ഥയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതാ ഞാൻ പറയുന്നത്, എന്താണ് സിനിമാ ലോകത്തിന് നമുക്ക് തരാനുള്ളത്? ഇപ്പോൾ നമുക്ക് പുതിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, സിനിമാ ലോകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇവർ പറയാണ് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ഇപ്പം എന്താ പറ്റിയത്? അതാ ഞാൻ പറയണത്. ഇസ്ലാം എന്ന് പറയുന്നത് പെണ്ണിന് ഇത്രയധികം സുരക്ഷ നൽകിയ ഒരു മതം, സുരക്ഷിതത്വം നൽകിയ ഒരു മതം. അതിൻ്റെ നിയമങ്ങൾ മുഴുവനും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്ന നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ത്രീകളുടെ വ്യക്തിത്വത്തിനും അവരുടെ കുടുംബത്തിനും അവർക്കും വേദനിക്കുന്ന, അതല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു നിയമവും ഇസ്ലാമിലില്ല എന്നുള്ളതാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ. എനിക്ക് അത്ഭുതം തോന്നിയെന്ന് വെച്ചാൽ, ഒരു അമേരിക്കയിലെ ഇംഗ്ലണ്ടിലെ അറിയപ്പെട്ട, എനിക്ക് പേര് എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല, എൻ്റെ വായനയിൽ എന്നെ വല്ലാതെ ഒരു ആകർഷിച്ചൊരു കാര്യമാണ്. അവർ അറിയപ്പെട്ടൊരു അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അവരുടെ മകൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മകൾ ഇസ്ലാം സ്വീകരിച്ചു. അമ്മ ഒരുപാട് എതിർത്തു. എന്തിനാ മോളെ നീ ഇസ്ലാം സ്വീകരിക്കുന്നത്? ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൊട്ട മതമാണ്, സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. നിങ്ങൾ നോക്ക്, ഞാനിപ്പോൾ ഇട്ട് നടക്കുന്നത് മിനിസ്കട്ടാണ്, നിനക്ക് ഈ വേഷം ധരിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, ശരീരം മുഴുവൻ മറക്കണം, തല മറക്കണം, പിന്നെന്താണ്, ശരീരത്തിലെ ഭംഗിയുള്ളൊരു ഭാഗം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, പിന്നെ ഭർത്താവിൻ്റെ അനുവാദം ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ കുറേ കമ്മിറ്റ്മെൻറ്റുകളുള്ളൊരു മതമാണ്. അതുകൊണ്ട് ആ മതം മോക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവസാനം ഈ അമ്മ മോൾ ഇസ്ലാം സ്വീകരിച്ച് 1 കൊല്ലം മകളുടെ കൂടെ ജീവിക്കേണ്ടി വന്നു. അവസാനം ഈ അമ്മ ഒരു പുസ്തകം എഴുതി, ഞാൻ വായിച്ച ഇസ്ലാമല്ല എൻ്റെ മകളിലൂടെ ഞാൻ അറിഞ്ഞത്. ആ ഇസ്ലാം എന്നത്
അവൾ പഠിക്കുന്നതിനനുസരിച്ച് ഓരോ ദിവസവും വൃത്തിയും വെടുപ്പുമുള്ള ഒരു പെണ്ണായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരമ്മ പറയാൻ, എൻ്റെ മോള് ഇസ്ലാം എന്ന മതത്തിലൂടെ ഇങ്ങനെ ജീവിച്ചപ്പോൾ ഓരോ ദിവസവും ഞാൻ അവളെ കാണുമ്പോൾ ഓരോ ദിവസവും അവളുടെ വൃത്തിയും വെടുപ്പും വർദ്ധിക്കുകയായിരുന്നു. ഓരോ ദിവസവും മുസ്ലിം അല്ലാത്ത എന്നോടുള്ള സ്നേഹം അവൾക്ക് വർദ്ധിക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായി, ഈ മതം എന്തല്ല, സ്ത്രീകളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന മതമല്ല, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മതമാണെന്ന് എനിക്ക് മനസ്സിലായി.